നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ കയ്പുള്ള ചില സത്യങ്ങൾ നമ്മളോട് തുറന്നു പറയാറുണ്ട്. അന്ന് നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യം തോന്നും. ചിലപ്പോൾ അവരെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തും. പക്ഷേ കാലം കഴിയുമ്പോൾ നാം തിരിച്ചറിയും അവർ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. ഇസ്രായേൽ ജനതയ്ക്കും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവർക്ക് നന്മ ചെയ്തവരോട് അവർ നന്ദികേട് കാണിച്ചു. 2 ദിനവൃത്താന്തം 24 അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചനം വായിക്കുമ്പോൾ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. യഹോയാദ എന്ന പുരോഹിതൻ മരിച്ചതിന് ശേഷം യോവാഷ് രാജാവും ജനങ്ങളും ദൈവത്തെ മറന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അവരെ തിരുത്താൻ ശ്രമിച്ച സക്കറിയാവിനെ, അതായത് യഹോയാദയുടെ മകൻ സക്കറിയാവിനെ അവർ വധിച്ചു. നമുക്ക് ഈ ഒരു ഭാഗം ബൈബിളിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാം. യഹോയാദയുടെ മരണത്തിന് ശേഷം യൂദാ പ്രഭുക്കന്മാർ യോവാഷിനെ വന്നു കണ്ട് അഭിവാദനങ്ങൾ അർപ്പിച്ചു. രാജാവ് അവർ പറഞ്ഞത് കേട്ടു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഉപേക്ഷിച്ച് അവർ വിഗ്രഹങ്ങളെയും അശേര പ്രതിഷ്ഠകളെയും സേവിച്ചു തുടങ്ങി. അവരുടെ ഈ അകൃത്യം നിമിത്തം യൂദായുടെയും ജെറുസലേമിൻ്റെയും മേൽ ദൈവകോപമുണ്ടായി. അവരെ തിരികെ കൊണ്ടുവരാൻ കർത്താവ് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. പ്രവാചകന്മാർ അവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ അവർ അത് വകവെച്ചില്ല. യഹോയാദ പുരോഹിതൻ്റെ മകൻ സക്കറിയയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അവൻ ജനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു, ദൈവം അരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് നിങ്ങൾക്ക് തന്നെ അനർത്ഥം വരുത്തുന്നതെന്ത്? നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ അവിടുന്ന് നിങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. എന്നാൽ അവർ സക്കറിയായ്ക്കെതിരെ ഗൂഢാലോചന നടത്തി. രാജകൽപ്പന പ്രകാരം അവർ അവനെ ദേവാലയ അങ്കണത്തിൽ വെച്ച് കല്ലെറിഞ്ഞു കൊന്നു. യോവാഷ് രാജാവ് യഹോയാദ തന്നോട് കാണിച്ച ദയ വിസ്മരിച്ച് അവൻ്റെ മകനായ സക്കറിയായെ വധിച്ചു. മരിക്കുമ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇത് കണ്ട് പ്രതികാരം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, സത്യം എപ്പോഴും പൊള്ളുന്നതാണ്. അന്ന് സക്കറിയായെ വധിച്ചുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഇതേ യെരുശലേം നഗരത്തിന് പുറത്ത് മറ്റൊരു രക്തം ചിന്തപ്പെട്ടു. അത് യേശു ക്രിസ്തുവിൻ്റേതായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ വചനം ഞങ്ങളുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള എളിമയുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. നന്മ ചെയ്തവരോട് നന്ദികേട് കാണിക്കാനോ സത്യം പറയുന്നവരെ തള്ളിക്കളയാനോ ഞങ്ങളെ അനുവദിക്കരുതേ. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കാനും ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.